ഹലോ, ഇന്ന് നമുക്ക് തന്ത്ര എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. മരണപ്പെട്ടു പോയ ആത്മാക്കളെയൊക്കെ കണ്ണാൽ കാണാൻ കഴിയുന്ന പെൺകുട്ടി. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അവളുടെ അമ്മയെ ചുറ്റിപ്പറ്റിയ ഒരു കഥയാണ് അതിന് പിന്നിൽ. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രാത്രി ഒരു മുത്തശ്ശൻ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു മരത്തിനടുത്ത് വെച്ച് മുത്തശ്ശന്റെ തലയിൽ രക്തം വീഴും. എന്തെന്ന് നോക്കുമ്പോഴോ ആ മരത്തിന് മുകളിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കോഴിയുടെ തല അറുത്ത് രക്തം കുടിക്കുകയാണ്. മുത്തശ്ശൻ അത് കണ്ട് പേടിച്ചോടിപ്പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് നായികയായ രേഖയാണ്. രേഖയാണെങ്കിലോ അച്ഛന് കുളിക്കാനായിട്ടുള്ള ചൂടുവെള്ളം ബാത്റൂമിൽ വയ്ക്കുവാൻ പോകുമ്പോൾ ബാത്റൂമിനുള്ളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കാണും. അവൾ അതിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴോ മുത്തശ്ശി എന്താ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എന്തെന്നാൽ അവളുടെ കണ്ണിൽ മാത്രമേ അങ്ങനെയുള്ള രൂപമൊക്കെ കാണാനാകൂ. രേഖയുടെ അച്ഛന് അവളെ ഇഷ്ടമല്ല. അവൾ ജനിച്ചപ്പോഴാണ് അമ്മ മരിച്ചു പോയത്. അതിനാൽ അവളെ കാണുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ല. രേഖയ്ക്ക് ഷൈലു, വാസു എന്നിങ്ങനെ 2 ഫ്രണ്ട്സ് ഉണ്ട്. മാത്രവുമല്ല അവരുടെ മറ്റൊരു ഫ്രണ്ടായ തേജയെ രേഖയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ 2 പേരും പ്രണയത്തിലുമാണ്. അവർ കോളേജിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു മരത്തിന് മുകളിൽ നിന്ന് തൂങ്ങി മരിക്കുവാനായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ രേഖ കാണുന്നു. രേഖ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നും ഈ മരത്തിനടുത്തെത്തുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് എന്ന് ഷൈലു ചോദിക്കും. രേഖയുടെ കണ്ണിന് മാത്രമാണല്ലോ ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. ഈ മരത്തിലല്ലേ മുൻപൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചത്, അതാകും രേഖ കാണുന്നതെന്ന് വാസു പറയും. രേഖയുടെ ഈ കുഴപ്പങ്ങളൊക്കെ കൂട്ടുകാർക്കും അറിയാം. എന്തുകൊണ്ടാകാം ഇത്തരം കാഴ്ചകൾ രേഖ മാത്രം കാണുന്നത് എന്ന് ചർച്ചയുണ്ടാകുന്നു. അപ്പോൾ തേജയാണെങ്കിലോ അതൊരു നെഗറ്റീവ് എനർജിയാണ് എന്ന് പറഞ്ഞ് ഒരു കഥ പറയും. അമ്പലങ്ങൾ പൊതുവെ പോസിറ്റീവ് എനർജിയാണുള്ളത്. അവിടെ ചെന്നാൽ നമുക്ക് നല്ലത് മാത്രമാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതുപോലെയല്ല ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും ചുടുകാടുമൊക്കെ. അവിടെയൊക്കെ നെഗറ്റീവ് എനർജിയാണ്. അവിടെ നെഗറ്റീവ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാനാകൂ എന്നും പറയും. അങ്ങനെ സംസാരിച്ച് നടന്നവർ കോളേജിലെത്തി. രേഖ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് തേജയ്ക്കും തേജ കൊണ്ടുവന്നത് രേഖയ്ക്കും നൽകും. അതിലൂടെ തേജയും രേഖയും കടുത്ത പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കാം. അന്ന് രാത്രി ഉറങ്ങുവാൻ കിടന്ന രേഖ റൂമിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയും ആരോ അവളുടെ പുതപ്പ് മാറ്റുന്നത് പോലെയൊക്കെ തോന്നി. അവൾ പ്രേതബാധയുണ്ടായതുപോലെ രാത്രി അലഞ്ഞു നടക്കുവാനായും തുടങ്ങി. അടുത്ത ദിവസം ഒരു മുസ്ലിയാരെ പോയി കണ്ടിട്ട് തനിക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റൂമിൽ നിന്നും ഒരുങ്ങുകയായിരുന്നു രേഖ. ഒരു ശബ്ദം കേട്ട് അവൾ പേടിക്കുകയാണ്. അത് തേജ റൂമിലേക്ക് വന്ന ശബ്ദമായിരുന്നു. തേജയെ അവൾ കെട്ടിപ്പിടിക്കുകയാണ്. തേജ അവളുടെ അച്ഛനില്ലാത്തപ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ അവർ പുറത്തൊക്കെ പോകും. നീ എന്താ ഇങ്ങനെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്ത് അവന്റെ അച്ഛൻ മരിച്ച സമയം അമ്മ മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അമ്മയാണെങ്കിലോ ആക്സിഡന്റിൽ മരിച്ചതിൽ പിന്നെ അവന് കൂട്ട് രേഖയായിരുന്നു. അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയുടെ സ്വഭാവം മാറിപ്പോയിരുന്നല്ലോ. അമ്മ എന്നോടൊന്നും സംസാരിക്കാതെയായി. അതോടെയാണ് എനിക്ക് അമ്മയെ ഒട്ടും ഇഷ്ടമല്ലാതായതെന്നും തേജ പറയും. സങ്കടപ്പെട്ടിരിക്കുന്ന തേജയെ രേഖ സമാധാനിപ്പിക്കും. അന്ന് അവർ കറങ്ങി നടന്നതിനു ശേഷം രാത്രിയാണ് വീട്ടിലേക്ക് പോയതും. അന്ന് പൗർണമിയായിരുന്നു. രേഖ രാത്രി ഉറങ്ങുവാനായി കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. എനിക്ക് രക്തം വേണം എന്നായിരുന്നു ആ ശബ്ദം പറഞ്ഞതും. ഉടനെ തന്നെ രേഖ തന്റെ കാൽ മുറിച്ച് രക്തം ഒരു ഗ്ലാസ്സിലെടുത്ത് ജനലിനടുത്ത് വെച്ചിട്ട് ഉറങ്ങാനായി കിടക്കും. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ രക്തമില്ല. രേഖയാണെങ്കിലോ ആ മുസലിയാരെ വന്ന് കണ്ടിട്ട് ചരടൊക്കെ ജപിച്ച് വാങ്ങും. അടുത്ത ദിവസം തേജ കൂട്ടുകാരനായ വാസുവിന്റെ മാമനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. വാസുവിന്റെ മാമന് ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം. അതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് തേജ ചോദിക്കുമ്പോൾ മാമൻ ഒരു കഥ പറയും. കുട്ടിയായിരുന്ന മാമൻ ആരോരുമില്ലാതെ അലഞ്ഞു നടന്ന സമയം ഒരമ്പലത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. എല്ലാവരും മാമനെ അടിച്ചോട്ടിച്ചപ്പോൾ ആഹാരമൊക്കെ കൊടുത്തത് അവിടെ വന്നൊരു പെൺകുട്ടിയായിരുന്നു. അവളോട് കുട്ടിയായിരുന്ന മാമന് ഒരിഷ്ടം തോന്നി. ബ്ലാക്ക് മാജിക്കിലൂടെ ശവത്തെ വരെ ജീവൻ വെപ്പിക്കാമെന്നറിഞ്ഞ മാമനാണെങ്കിലോ മന്ത്രവാദങ്ങളൊക്കെ പഠിച്ച് ഡെഡ് ബോഡിയെ കൊണ്ടുവന്ന് കർമ്മം ചെയ്തു. പതിയെ മന്ത്രങ്ങൾ കടുത്തപ്പോൾ ഡെഡ് ബോഡി എഴുന്നേറ്റു. അവൻ പേടിച്ച് ബോധം പോയി. അതിനുശേഷം ആ പെൺകുട്ടി പറഞ്ഞതിനാലാണ് അവൻ അതൊക്കെ നിർത്തിയത്. എന്നാൽ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെന്ന് മാമൻ പറയുന്നു. അടുത്ത ദിവസം രേഖയും ഫ്രണ്ട്സും കൂടി കോളേജിൽ പോകാനായി ഇരിക്കവേ ഷൈലു ആണെങ്കിൽ അവിടേക്ക് നടന്നു വരും. ഷൈലുവിനൊപ്പം ഒരു പ്രേതവും ഉണ്ടായിരുന്നു. അത് രേഖയ്ക്ക് കാണാം. എന്തൊക്കെയോ സംശയം തോന്നിയ രേഖ പൂജിച്ച നാരങ്ങ ഷൈലുവിന് നേരെ നീട്ടുമ്പോൾ അവൾ തൊടില്ല. നാരങ്ങ കണ്ടതും ഷൈലുവിന്റെ സ്വഭാവം മാറി. എന്തോ പ്രശ്നമുണ്ടെന്ന് രേഖയ്ക്ക് മനസ്സിലായി. ഷൈലുവിന്റെ കാര്യം അവളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാരും വിശ്വസിക്കില്ല. ഷൈലുവിന് എന്താണ് സംഭവിച്ചതെന്ന് രേഖയ്ക്ക് മനസ്സിലായി. ഒരു മന്ത്രവാദി അവളെ വെച്ച് പൂജ നടത്തുകയാണ്. 12ാം ദിവസം പൂജ അവസാനിക്കുമ്പോൾ ഷൈലു നടന്ന് ചുടുകാട്ടിലെത്തും. അവിടെ മന്ത്രവാദി ഉണ്ടാകും.
അയാളുടെ രക്തം കലർന്ന ആഹാരം ശൈലുവിന് നൽകുമ്പോൾ അതവൾ കഴിച്ചാൽ ഫുൾ കൺട്രോൾ അയാളുടെ കയ്യിലാകും. അതിനു മുമ്പ് മന്ത്രവാദിയുടെ തല വെട്ടണമെന്നും രേഖ പറയുന്നു. ദിവസം കഴിയും തോറും ശൈലുവിന്റെ അവസ്ഥ മോശമായി. അവൾ കിടപ്പിലായി. അങ്ങനെ അവൾ പറഞ്ഞ 12ാമത്തെ ദിവസം എത്തി. അന്ന് രാത്രി അവശയായി കിടന്ന ശൈലു എഴുന്നേറ്റ് നടന്ന് ചുടുകാട്ടിലേക്ക് പോയി. അവിടെ മന്ത്രവാദ കളത്തിൽ രേഖ പറഞ്ഞതുപോലെ ഒരു മന്ത്രവാദിയുണ്ട്. അവരെ ഫോളോ ചെയ്ത് രേഖയും തേജയും ശൈലുവിന്റെ ചേട്ടനുമുണ്ട്. ശൈലുവിന് രക്തമൊഴിച്ച ആഹാരം നൽകുമ്പോൾ തന്നെ അരിവാൾ കൊണ്ട് അവളുടെ ചേട്ടൻ അയാളുടെ കഴുത്ത് വെട്ടുവാനായി വരുമ്പോൾ അയാൾ എല്ലാം മനസ്സിലാക്കി തടയും. എന്നാൽ മറ്റൊരു വശത്ത് നിന്ന് തേജയാണെങ്കിലോ കഴുത്ത് വെട്ടി എറിയുകയാണ്. അതോടെ ശൈലുവിന്റെ ബോധവും പോയി. കുറച്ചു കഴിഞ്ഞ് അവൾ പഴയ ശൈലുവായി ഉറക്കമുണരുകയാണ്. അതോടെ ശൈലുവിന്റെ പ്രശ്നമെല്ലാം തീർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രേഖയുടെ മുത്തശ്ശി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയം ഒരു കൈനോട്ടക്കാരൻ എത്തിയിട്ട് നിങ്ങളുടെ കൊച്ചുമകൾക്ക് ആപത്ത് വരാൻ പോകുന്നുവെന്ന് പറയും. അന്ന് തന്നെ ആ ഗ്രാമത്തിലേക്ക് രംഗ എന്നൊരാൾ വന്ന് രാജേശ്വരിയെ പറ്റി തിരക്കും. രാജേശ്വരി രേഖയുടെ അമ്മയാണ്. അവിടെയുള്ളവർ രാജേശ്വരി മരിച്ചു, അവൾക്കൊരു മകളുണ്ട് രേഖ എന്നും പറയും. അത് മനസ്സിലാക്കിയ രംഗയാണെങ്കിലും രേഖയെ കാണാനെത്തി. അവൾ നടന്നു വരുന്ന വഴിയിൽ ഒരു നാരങ്ങ വെക്കും. ആ നാരങ്ങ അവൾ ചവിട്ടി നടന്നപ്പോൾ എന്തോ വശപ്പിശക് തോന്നി അവൾ രംഗയെയും കാണുകയാണ്. രംഗ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മന്ത്രവാദിയാണെന്ന് രേഖയ്ക്ക് മനസ്സിലായി. രംഗ ആ നാരങ്ങ വെച്ച് പൂജ നടത്തുകയാണ്. രേഖ അക്കാര്യമെല്ലാം മുസലിയാരോട് പറഞ്ഞു. മുസലിയാരാണെങ്കിലും രേഖയെ വെച്ച് പൂജ ചെയ്യുമ്പോൾ രംഗയുടെ ശക്തി ക്ഷയിക്കുവാനായും തുടങ്ങി. തനിക്കെതിരെ ആരോ മന്ത്രം ചെയ്യുന്നുണ്ട് എന്ന് രംഗയ്ക്ക് മനസ്സിലായി. അന്ന് രാത്രി തന്നെ മുസലിയാർ നടന്നു വരുമ്പോഴോ ഒരു പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കാണുന്നു. അതൊരു പ്രേതമായിരുന്നു. അയാളെ വശീകരിച്ച് കൊന്നു കളഞ്ഞിട്ട് പ്രേതം അപ്രത്യക്ഷമായി. രേഖയാണെങ്കിലോ രാത്രിയിൽ അവളുടെ റൂമിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ കാണും. അവരവളെ ഉപദ്രവിക്കുന്നതായി അവൾക്ക് തോന്നും. അതെല്ലാം രംഗയുടെ പണിയായിരുന്നു. രേഖ രാത്രി ഭ്രാന്തിയെ പോലെ റോഡിലൂടെ നടന്നു പോകുമ്പോഴോ ഒരു സ്ത്രീയെ കാണുന്നു. രേഖയാണെങ്കിലോ ആ സ്ത്രീയെ കണ്ടതും ആന്റി എന്ന് വിളിക്കുമ്പോൾ അവരനങ്ങുന്നില്ല. അടുത്ത ദിവസം മുസലിയാർ മരിച്ചത് തേജ വഴി രേഖ അറിയും. രേഖ ഒരുപാട് വിഷമിക്കും. മറ്റൊരു വശത്ത് തേജയാണെങ്കിലോ മാമനോട് വീണ്ടും മന്ത്രവാദം ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാമൻ കഥ പറയും. മാമൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അത് മുടങ്ങി അവൾ അവനോടൊപ്പം വരുവാനായി വശീകരണ മന്ത്രം ചെയ്തു. കാമുകി ഇറങ്ങി വന്നു. എന്നാൽ അവൾ കയ്യിലൊരു ദൈവത്തിന്റെ വിഗ്രഹം കാണിച്ചു. മാമന്റെ മന്ത്രം വർക്കൗട്ട് ആയില്ല. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല. എനിക്ക് വിവാഹം ഉറപ്പിച്ച ആളോടൊപ്പം ജീവിക്കണം. നീ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം. ഈ മന്ത്രവാദവും ഒക്കെ അവസാനിപ്പിക്കണമെന്ന് കാമുകി പറഞ്ഞു. അതിനുശേഷമാണ് മന്ത്രവാദം മാമൻ അവസാനിപ്പിച്ചതെന്നും പറയും. മാമൻ രേഖയെ രക്ഷിക്കാൻ സഹായിക്കില്ലെന്ന് മനസ്സിലാക്കിയ തേജയാണെങ്കിലോ മറ്റൊരു പൂജാരിയെ കാണുവാനായും പോയി. കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ രംഗയാണെങ്കിലോ മന്ത്രവാദം നടത്തുകയായിരുന്നു. ഒരു പാവയിൽ ആണി തറയ്ക്കുന്നതിനനുസരിച്ച് രേഖയിൽ മാറ്റമുണ്ടായി. അവൾ വേദന അനുഭവിക്കുവാനായും തുടങ്ങി. തേജ ചെയ്യിക്കുന്ന മന്ത്രം ഒരുവിധം അതിനെ തടഞ്ഞ് രേഖയെ രക്ഷിച്ചു. പഴയ അവസ്ഥയിലേക്ക് വന്ന രേഖ സുന്ദരിയായി ഒരുങ്ങി തേജയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തേജ ബെഡ്റൂമിൽ വന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവളോട് നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കും. അന്ന് നീ പറഞ്ഞ് മുസലിയാരാണ് രംഗയുടെ മന്ത്രവാദം തടഞ്ഞതെന്ന്. പക്ഷേ മുസലിയാർക്ക് അറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മുസലിയാരെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിരുന്നു. മുസലിയാരെ കൊന്നത് രംഗയാണെന്ന് കരുതി. അയാളോട് ചോദിച്ചപ്പോഴോ അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേയില്ലെന്ന് രംഗ പറഞ്ഞ കാര്യവും പറഞ്ഞു. പിന്നെ ആരാ ചെയ്തത് എന്ന് തേജ ചോദിക്കും. അമ്പലത്തിലെ പൂജാരി മന്ത്രം ചെയ്തപ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള മന്ത്രം ആരോ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അവൾ തന്നെ അവൾക്ക് വേണ്ടി ചെയ്യുന്നതാകാമെന്നും പൂജാരി പറഞ്ഞു. 2 ദിവസം മുമ്പ് നീ ആ കാട്ടിൽ മന്ത്രവാദം ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. സത്യം പറ, ഇതിനെല്ലാം പിന്നിൽ എന്താണ് എന്ന് ചോദിക്കും. അതെല്ലാം കേട്ട രേഖ ഇതെല്ലാം അറിയുന്നതിന് മുമ്പ് നീ എൻ്റെ അമ്മയെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞ് രേഖ തന്റെ അമ്മയായ രാജേശ്വരിയെ പറ്റി പറയും. രേഖയുടെ അമ്മ രാജേശ്വരി വളരെ സുന്ദരിയായിരുന്നു. അമ്പലങ്ങളിലൊക്കെ കൈ നോക്കുവാനൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു രാജേശ്വരി. അവരെ കണ്ട് മോഹിച്ച രേഖയുടെ അച്ഛൻ രമേശ് രാജേശ്വരിയെ വിവാഹം ചെയ്തു. ആദ്യ രാത്രി നന്നായി സംസാരിച്ചിരുന്ന രമേശ് പെട്ടെന്ന് തന്നെ സ്വഭാവം മാറി. നീ ഇത്ര സുന്ദരിയല്ലേ, നിന്നെ ഒരുപാട് പേർ മോഹിച്ചു കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് സംശയരോഗമുണ്ടായി. ദിവസവും അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഒരിക്കൽ അതുവഴി പോയ രംഗ രാജേശ്വരിയെ കണ്ട് മോഹിക്കും. ഒരു മോശമായ മന്ത്രവാദിയാണ് രംഗ. നല്ല ശക്തിയായ രാജേശ്വരിയോടൊപ്പം ഒന്നായാൽ കൂടുതൽ ശക്തി കിട്ടുമെന്ന് അറിയാവുന്ന രംഗ രമേശിനെ പിന്തുടർന്നു. ചീട്ട് കളിച്ച് നടക്കുന്ന രമേശ് തുടർച്ചയായി തോറ്റപ്പോൾ രംഗ ഒരു ഏലസ് നൽകി. അത് കെട്ടിയപ്പോൾ തന്നെ ജയിക്കുവാനായും തുടങ്ങി. കാശ് ഒരുപാട് കിട്ടി. രമേശ് രംഗയോടൊപ്പം അടുക്കുവാനായും തുടങ്ങി. രമേശിന് വലുത് കാശാണെന്ന് മനസ്സിലാക്കിയ രംഗയാണെങ്കിലോ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഒരുപാട് കാശ് ഞാൻ ഒപ്പിച്ചു തരാമെന്നും പറയും.
അതിനെല്ലാം രാജേശ്വരി കൂട്ടുനിൽക്കണം, അതിന് നീ സഹായിക്കണമെന്നും രംഗ രമേശിനോട് പറയും. രമേശ് അതിനൊക്കെ സമ്മതിക്കും. ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചെയ്തു, അതും രാജേശ്വരിക്കെതിരായി. അതെല്ലാം രമേശിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. ആഹാരത്തിൽ കലർത്തി കൊടുക്കൽ, പിന്നെ മന്ത്രം ചെയ്ത നാരങ്ങയിൽ മറികടത്തൽ, അങ്ങനെയൊക്കെ ഒരുപാട്. പതുക്കെ പതുക്കെ രാജേശ്വരി മാറുവാനായും തുടങ്ങി. ഒരിക്കൽ രാത്രി പൂജ നടക്കുമ്പോൾ രാജേശ്വരി രംഗയ്ക്കടുത്തെത്തി. അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനായി പോകവേ രംഗയ്ക്ക് തലവേദനയും ചെവിയിൽ പല പല ശബ്ദവും കേൾക്കുവാനായി തുടങ്ങി. അവന്റെ മന്ത്രം ഫലം കാണാതെ അവൻ ഓടിപ്പോകും. അതുപോലെ തന്നെ രാജേശ്വരിക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ദിവസങ്ങൾ ചെല്ലുമ്പോൾ ചെവിക്കുള്ളിലെ ശബ്ദം കൂടിക്കൂടി വന്നു. രാജേശ്വരി അത് സഹിക്കാനാകാതെ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴാണ് അവൾക്ക് ഛർദിൽ വരുന്നതും. ഗർഭിണിയാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാകുന്നു. അതോടെ ആത്മഹത്യാ ശ്രമം അവസാനിപ്പിക്കുകയാണ്. എല്ലാം സഹിച്ച് ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവത്തിൽ രാജേശ്വരിയും മരിച്ചു. അമ്മ അന്ന് അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. അതിനെല്ലാം കാരണം രംഗയാണെന്ന് രേഖ പറയും. മാത്രവുമല്ല, മുസലിയാർ പൂജ ചെയ്യുന്ന മട്ടിൽ അവളോട് മോശമായി പെരുമാറി. അതുകൊണ്ടാണ് ചെറിയ ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാവുന്ന രേഖ പ്രേതത്തെ പറഞ്ഞുവിട്ട് അയാളെ കൊല്ലിച്ചതെന്നും പറയും. രേഖയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിയ തേജ അവളോട് ക്ഷമിച്ച് അവളെ ചേർത്ത് നിർത്തും. പിന്നീട് അവൾ തുറന്നു പറയുകയാണ്, പണ്ട് കോഴിയുടെ രക്തം കുടിക്കുന്ന പെൺകുട്ടി രേഖയായിരുന്നു. അത് കണ്ടവരൊക്കെ പേടിച്ചിരുന്നു. ഒരിക്കൽ കസ്റ്റമറിനെ കാത്തുനിന്ന തേജയുടെ അമ്മ രേഖ കോഴിയുടെ രക്തം കുടിക്കുന്നത് കണ്ട് പേടിച്ചോടിയാണ് ആക്സിഡന്റായി മരണപ്പെട്ടതും. അതിനാലാണ് അവൾ തേജയുമായി കൂടുതൽ അടുത്തതെന്നും പറയും. മാത്രവുമല്ല, പൗർണമി ദിവസം രാത്രി അവളുടെ ചെവിയിൽ ആരോ വന്ന് രക്തം വേണമെന്ന് പറയും. തന്റെ ശരീരം മുറിച്ച് രക്തം ഗ്ലാസ്സിൽ വെക്കുന്നതും അവൾക്ക് വേണ്ടി തന്നെയായിരുന്നു. ആ രക്തം കുടിക്കുന്നത് രേഖ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞ് രേഖ ഒരുപാട് കരയും. എന്നാൽ അവളെല്ലാം തുറന്നു പറഞ്ഞത് കേട്ട് തേജയ്ക്കോ തന്റെ അമ്മ മരിക്കാൻ കാരണം രേഖയാണെന്നറിഞ്ഞ് അവൻ ഒരുപാട് ദേഷ്യമായി. അവൻ അവിടെ നിന്ന് പോവുകയാണ്. മാമൻ അടുത്തെത്തിയ തേജയാണെങ്കിലോ മാമൻ സ്നേഹിച്ച പെണ്ണ് രാജേശ്വരിയല്ലേ എന്ന് ചോദിക്കും. കാരണം രേഖയെ പൂജ ചെയ്യുവാൻ സഹായിക്കുന്നതൊക്കെ മാമനായിരുന്നു. മാമനെല്ലാം തുറന്ന് സമ്മതിക്കും. പണ്ടൊരിക്കൽ രാജേശ്വരി ഇനി കാണണ്ട എന്ന് പറഞ്ഞിട്ടും മാമൻ കാണാൻ പോയി. രാജേശ്വരി മറ്റൊരവസ്ഥയിലായിരുന്നു. അതിന് പിന്നിൽ രംഗയാണെന്ന് മാമന് മനസ്സിലായി. രംഗ ഉദ്ദേശിക്കുന്ന പൂജ എന്തെന്നും മാമൻ അറിയാമായിരുന്നു. രംഗ രാജേശ്വരിയുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും മുമ്പ് മദ്യം കുടിക്കും. അതിൽ മയക്കുമരുന്ന് കലർത്തിയതൊക്കെ മാമനായിരുന്നു. അതിനാലാണ് ആ ഒരു പൂജ മുടങ്ങിയതും. അതെല്ലാം മാമൻ തേജയോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാട്ടിൽ പനി പടർന്നു പിടിച്ചു. ജനങ്ങൾ ദുരിതത്തിലായി. ജനങ്ങൾക്കിടയിലേക്ക് വന്ന രംഗ ഇതിനെല്ലാം കാരണം ആ രാജേശ്വരിയുടെ മകളാണ്. അവളെ പിടിച്ചു കെട്ടി പൂജ നടത്തിയാൽ മാത്രമേ ഇത് മാറൂ എന്ന് പറയും. നാട്ടുകാർക്കൊപ്പം അവളുടെ അച്ഛനായ രമേശും സമ്മതിക്കും. അവളെ രംഗ മരത്തിൽ പിടിച്ച് കെട്ടിയിടും. ഇന്ന് രാത്രി പൂജ നടക്കുമ്പോൾ ഇവിടേക്ക് ആരും വരരുതെന്ന് രംഗ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ രാത്രിയായി. പൂജ നടക്കുകയാണ്. തേജയാണെങ്കിലോ അവളെ അഴിച്ചുവിടാനായി എത്തിയപ്പോൾ അതറിഞ്ഞ രംഗ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് മന്ത്രം ഉപയോഗിച്ച് അവനെ ബന്ദിയാക്കും. മന്ത്രം കടുത്തു വരികയാണ്. രേഖയ്ക്കാണെങ്കിലോ രക്തം കിട്ടിയാൽ ശക്തി വരുമെന്ന് മനസ്സിലാക്കിയ തേജ അവന്റെ നാക്ക് കടിച്ചു മുറിച്ച് അവളുടെ മുഖത്തേക്ക് രക്തം തുപ്പുന്നു. രേഖ രക്തം കുടിച്ചതും ശക്തി വരികയാണ്. രേഖയുടെ ശക്തിയും രംഗയുടെ ശക്തിയും പരസ്പരം പോരാടുവാനായി തുടങ്ങി. ഒരു ഘട്ടത്തിൽ രംഗയാണെങ്കിലും രേഖയെ തളയ്ക്കും. നിനക്കെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാകില്ല എന്ന് പറഞ്ഞ് മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. തേജയ്ക്കാണെങ്കിലോ കൈകാലുകൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. എന്നാൽ അവിടെ എത്തുന്ന രാജേശ്വരിയുടെ പ്രേതം രംഗയെ തളയ്ക്കുവാനുള്ള മന്ത്രം തേജയ്ക്ക് പറഞ്ഞു കൊടുക്കും. നിന്റെ കൈകാലുകളല്ലേ ചലിക്കാതുള്ളൂ, വാ കൊണ്ട് മന്ത്രം പറയുവാനായി പറഞ്ഞു. രാജേശ്വരി പറഞ്ഞതനുസരിച്ച് നിർത്താതെ മന്ത്രം ചൊല്ലുകയാണ് തേജ. മറ്റൊരു വശത്ത് മാമനും വാസുവും ഒക്കെ പൂജ ചെയ്യുന്നുമുണ്ട്. മന്ത്രങ്ങൾ ചൊല്ലവേ തേജ പഴയ അവസ്ഥയിലേക്ക് വരും. കയ്യിൽ കിട്ടിയ ദണ്ട് കൊണ്ട് രംഗയെ അടിക്കുകയാണ്. അതോടെ രേഖയും മോചിതയാവും. രംഗ തെറിച്ചു വീഴുകയാണ്. അവിടേക്ക് മരണപ്പെട്ട ഒരുപാട് പ്രേതങ്ങൾ എത്തുന്നു. രംഗയുടെ ശക്തിയും ക്ഷയിച്ചു. അവരാണെങ്കിലോ രംഗയെ ക്രൂരമായി കൊലപ്പെടുത്തി. അതെല്ലാം കണ്ട് രാജേശ്വരിയും സന്തോഷിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നും നടന്നു പോവുകയായിരുന്നു രേഖയും തേജയും. തേജയോട് രേഖ, നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ലാത്തതല്ല, അമ്മയുടെ ജീവിതം അങ്ങനെ ആയി പോയതിനാലുള്ള സങ്കടം കാരണമാണ് അമ്മ നിന്നോട് മിണ്ടാത്തതെന്നും നിന്നെ നോക്കാത്തതെന്നും പറയും. അവന്റെ അമ്മയെ രേഖയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു. അമ്മ പറയുന്നതെല്ലാം രേഖ തേജയോട് പറയുന്നു. തേജയ്ക്കാണെങ്കിലോ അമ്മയോട് പറയാനുള്ളതും പറയുകയാണ്. അമ്മയും മകനും ഒരുപാട് കരയും. അതിനുശേഷം അമ്മ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ അവർ രണ്ടാളും അടുത്ത ദിവസം ഒരു പൂജാരിയെ കാണാനായി പോയി. അവളുടെ ദേഹത്തെ രക്തം മൂറ്റിക്കുടിക്കുന്ന ശക്തിയെ മാറ്റുവാനായി പൂജകളൊക്കെ ചെയ്തു. അവർ രണ്ടാളും സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.